ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ചർമ്മ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണിക്കാൻ പോകുന്നത് മുഖത്തിന് തിളക്കം നൽകാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. മുഖത്തിന് തിളക്കം നൽകാൻ ടൂത്ത് പേസ്റ്റ് സഹായിക്കും. ടൂത്ത് പേസ്റ്റുകളിൽ വൈറ്റനിങ് ഏജൻറ്റുകളുണ്ട്. അത് തൽക്ഷണം തിളക്കം നൽകാൻ സഹായിക്കുന്നതാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ തേനാണ്. ഞാനിവിടെ നാടൻ തേന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ടൂത്ത് പേസ്റ്റിലേക്ക് തേൻ ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന എല്ലാം ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ പല്ല് വെളുപ്പിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത്. പല്ല് വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകൾ കൃത്രിമ ബ്ലീച്ച് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൽ പ്രയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ പ്രകോപനം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഇരുണ്ട പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇത്തരം ടൂത്ത് പേസ്റ്റുകളിൽ ധാരാളം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറഞ്ഞ ഫ്ലൂറൈഡ് ലെവൽ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ കയ്യിലൊന്ന് തേച്ച് കൊടുക്കാം. വല്ല അലർജിയോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മുഖത്ത് തേച്ച് കൊടുക്കുക. ഈ മിശ്രിതം ചർമ്മത്തിൽ തുല്യമായി പുരട്ടിയിട്ട് 10 മിനിറ്റ് വെച്ച ശേഷം സാധാരണ വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. ഇതെങ്ങനെയാണ് തേക്കുന്നത് എന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ. എണ്ണമയമുള്ള പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നേടുന്നതിനുള്ള ഒരു ടിപ്പാണ് അടുത്തത്. ടൂത്ത് പേസ്റ്റും വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു ലായനി ഉണ്ടാക്കുക. എണ്ണമയമുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് ദിവസം രാവിലെ മുഖം കഴുകാൻ ഇത് ഉപയോഗിച്ചാൽ പ്രശ്നം പരിഹരിക്കാം. ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അത് മറക്കരുത്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മുഖത്ത് അമിത രോമങ്ങൾ വന്ന് കഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ടിപ്പാണ്. ടൂത്ത് പേസ്റ്റ് ചെറുനാരങ്ങ നീരും ഉപ്പും പഞ്ചസാരയുമായി യോജിപ്പിക്കുക. ഈ പാക്ക് ചർമ്മത്തിൽ മസാജ് ചെയ്യുക. രോമം വളരുന്നതിന് എതിരായി മുകളിലേക്ക് വേണം ഇത് മസാജ് ചെയ്യാൻ. ഇങ്ങനെ പതിവായി ഉപയോഗിക്കുന്നത് മുഖത്തെ രോമങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എങ്ങനെ കളയാം എന്നുള്ളതാണ്. നമ്മളിൽ മിക്കവരുടെയും പ്രധാന പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. അവയിൽ നിന്നും മുക്തി നേടാൻ അല്പം പ്രയാസമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റ് എടുത്ത് അതിൽ കുറച്ച് ഉപ്പും പുതിനയിലയും മിക്സ് ചെയ്യുക. ഇത് ബ്ലെൻഡറിൽ ഇട്ട് മിനുസമാർന്ന പേസ്റ്റാക്കി ബ്ലാക്ക് ഹെഡ്സ് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പുരട്ടി 5 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. വൈറ്റ് ഹെഡ്സിന് ടൂത്ത് പേസ്റ്റും വെള്ളവും കലർത്തുക. വൈറ്റ് ഹെഡ്സ് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇതുപയോഗിച്ച് ബ്രഷ് ചെയ്യുക. ഈ ആവശ്യത്തിനായിട്ട് ഒരു ബേബി ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റും പാലും ചേർത്ത് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. മുഖം നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം കറുത്ത പാടുകളുള്ള ഭാഗത്തേക്ക് ഈ ഫേസ് പാക്ക് പുരട്ടി കൊടുക്കാം.
ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാം. മികച്ച ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫേസ് പാക്കിൽ ഏതാനും തുള്ളി തക്കാളി നീര് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് മുഖത്തെ ചുളിവുകൾ എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ചുളിവുള്ള സ്ഥലത്ത് കുറച്ച് ടൂത്ത് പേസ്റ്റ് പുരട്ടി ഒരു രാത്രി മുഴുവൻ വയ്ക്കുക. പിറ്റേന്ന് രാവിലെ കഴുകി കളയുക. വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുഖക്കുരുവിന് പരിഹാരമായിട്ടും ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. മുഖക്കുരുവിന് മുകളിൽ ജെല്ലല്ലാത്ത ടൂത്ത് പേസ്റ്റ് പുരട്ടി ഒരു രാത്രി വിടുക. ടൂത്ത് പേസ്റ്റ് മുഖക്കുരുവിൽ നിന്നും എണ്ണ ആഗിരണം ചെയ്യുകയും അതിനെ നിർജ്ജലീകരണം ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഫലമായി അടുത്ത ദിവസം രാവിലെ മുഖക്കുരു ഉണങ്ങുന്നത് കാണാൻ കഴിയുന്നതാണ്. ചർമ്മം വെളുപ്പിക്കാൻ ഉപയോഗിക്കുവാൻ ഏറ്റവും മികച്ച പ്രതിവിധിയാണ് ടൂത്ത് പേസ്റ്റ്. ഒരു ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റും ഏതാനും തുള്ളി നാരങ്ങാനീരും കലർത്തി ചർമ്മത്തിൽ ഫേസ് പാക്കായി പുരട്ടുക. ഇത് 15 മിനിറ്റ് വെച്ച ശേഷം കഴുകിക്കളയുക. ഇങ്ങനെ പതിവായി ഉപയോഗിക്കുന്നത് ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുന്നതാണ്. കഴുത്തിന് ചുറ്റുമുള്ള ഇരുണ്ട വരകൾ പലപ്പോഴും അരോചകമായി തോന്നാറുണ്ട്. ഇവ വളരെ വൃത്തികെട്ടതായി കാണപ്പെടാറുമുണ്ട്. അപ്പോൾ ഈ ലൈനുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റും വെള്ളവും കലർത്തി കഴുത്തിൽ പുരട്ടുക. പേസ്റ്റ് ഉണങ്ങിയ ശേഷം കഴുകിക്കളഞ്ഞാൽ ഇതൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. ഉപകാരമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.